നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാങ്ങിയ പുതിയ സാംസങ് ഡിജിറ്റൽ ഇൻവെർട്ടർ ഫ്രിഡ്ജ് കംപ്രസർ കംപ്ലൈൻ്റ് ആയ വിവരം കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇന്ന് സർവീസ് സെൻറ്ററിൽ നിന്ന് ടെക്നീഷ്യൻ വന്നിട്ട് കംപ്രസർ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുതിയ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് വാങ്ങി 4 മാസം കഴിഞ്ഞപ്പോൾ കംപ്രസറിൽ നിന്ന് ഭയങ്കര നോയ്സ്. 20 വർഷം വാറൻറ്റിയുള്ള കംപ്രസറാണ്. അപ്പോൾ നമ്മൾ സർവീസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇനി കംപ്രസർ മാറ്റി വെക്കാമെന്നുള്ള ഓപ്ഷനാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് സർവീസ് സെൻറ്ററിൽ നിന്ന് ടെക്നീഷ്യൻ വന്ന് കംപ്രസർ മാറുന്നതിന് വേണ്ടി ആദ്യം ചെയ്തത് ഡിസ്ചാർജ് ലൈൻ പൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ചാർജ് ലൈൻ കമ്പനി പഞ്ചിങ്ങോടുകൂടിയാണ് വന്നത്. അതിൻ്റെ തൊട്ട് മുന്നുള്ള ഭാഗമാണ് പൊട്ടിച്ചത്. അത് ഇരുമ്പ് പൈപ്പാണ്. അപ്പോൾ ഇരുമ്പും കോപ്പറും കൂടി വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സെക്ഷൻ ലൈനാണ് പൊട്ടിക്കുന്നത്. സെക്ഷൻ ലൈൻ പൊട്ടിക്കുമ്പോൾ ഗ്യാസ് ചെറിയ രീതിയിൽ പുറത്തേക്ക് പോകും. ഫ്രിഡ്ജ് നമുക്ക് കൂളിംഗ് ഉള്ള കാരണം ഓഫ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ കഴിക്കണേക്കാൾ മുമ്പ് കുറച്ച് നേരം ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് റെസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ ആ ഗ്യാസ് മുഴുവൻ കംപ്രസറിൽ സ്റ്റോറായിട്ട് പെട്ടെന്ന് തന്നെ ഗ്യാസ് പുറത്തേക്ക് പോയാൽ അതൊരു പ്രശ്നമാണ്. അത് എന്താണെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. ചാർജ് ലൈനും സെക്ഷൻ ലൈനും ട്യൂബ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ചെറിയ രീതിയിൽ ഗ്യാസ് വേപ്പറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. R600 ഗ്യാസാണ് ഇൻവെർട്ടർ ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ഗ്യാസാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മൊത്തം ഗ്യാസ് കളഞ്ഞിട്ട് വേണം വെൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ലൈനിൽ കുറച്ച് ഗ്യാസ് കിടപ്പുണ്ടായിരുന്നു. അത് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പണി കിട്ടി. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി പറയാം. അപ്പോൾ അതുപോലെ തന്നെ ട്രേകളൊക്കെ അയച്ച് നെട്ടും ബോൾട്ടൊക്കെ അയച്ച് നമ്മുടെ പഴയ കംപ്രസർ അതിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അതിന് ശേഷം നമുക്കിനി പുതിയ കംപ്രസർ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എർത്ത് വയറൊക്കെ വിടിയിച്ച് നമ്മുടെ കംപ്രസറൊക്കെ അയച്ചെടുക്കുകയാണ്. ഇൻവെർട്ടർ ഫ്രിഡ്ജിൽ ഗ്യാസ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഓരോ മോഡലും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറൊക്കെ അനുസരിച്ചാണ്. നമ്മുടെ ഫ്രിഡ്ജിൽ 70 ഗ്രാമാണ് ചാർജ് ചെയ്യേണ്ടത്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പഴയ കേടായ കംപ്രസർ അങ്ങനെ അയച്ചെടുത്ത് ഇപ്പോൾ പുതിയതാണ് കൊണ്ടുവന്നാക്കണേ. ബോക്സ് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ പുതിയ ഇൻവെർട്ടർ കംപ്രസർ എങ്ങനെയാണ് ഫ്രിഡ്ജിലേക്ക് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഈ കംപ്രസർ ഫ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ വയർ കണക്ഷനൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വെൽഡിങ്ങിന് ശേഷം കൊടുത്താൽ പോരെയെന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് സമയമില്ല, അടുത്ത സൈറ്റുകളിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ വയർ കണക്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഇവർ വെൽഡ് ചെയ്യണത്. നമുക്ക് ഏറ്റവും നല്ലത് വെൽഡ് ചെയ്ത ശേഷം ബാക്കി കണക്ഷനൊക്കെ കൊടുക്കണതാണ്. അപ്പോൾ ഇവർ ആദ്യം വയർ കണക്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ വെൽഡ് ചെയ്യണത്. അപ്പോൾ കംപ്രസറിൻ്റെ ഗ്യാസൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല, ലീക്കൊന്നുമില്ല. അങ്ങനെ ഇനി എല്ലാം കണക്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ നിന്നാൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെൽഡ് ചെയ്യണത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൈപ്പുകൾ തമ്മിൽ വെൽഡ് ചെയ്യണം. സെക്ഷൻ ലൈനാണ് ആദ്യം വെൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഫ്രിഡ്ജ് അധികം നേരം ഓഫ് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്യാസ് പയ്യനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് വേപ്പറായി പോണത് ഇപ്പോൾ നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ആ ചാർജിങ് ലൈനിൽ കൂടി നമ്മൾ ഈ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എയറും പ്ലസ് ഗ്യാസും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചാർജിങ് ലൈനിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. അപ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുറസായ സ്ഥലത്ത് നിന്നല്ല ചെയ്യണം, വീടിൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ എയർ പാസിങ് കുറവായിരിക്കും. അപ്പോൾ ഈ ഗ്യാസ് വന്നിട്ട് ഇത് ഗ്യാസ് ഫ്ലെയിമബിളാണ്. അതുകൊണ്ട് തന്നെ ഫയർ ആവാൻ ചാൻസ് ഉണ്ട്. അത് സൂചിപ്പിച്ചിട്ടുണ്ടായി. എങ്കിലും പുള്ളിക്ക് ആ നേരക്കുറവ് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെൽഡ് ചെയ്തിട്ടിരിക്കുന്നു. പെട്ടെന്ന് ചെറിയൊരു ഫയറായി. അങ്ങനെ 2-3 പ്രാവശ്യം ഫയറായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് തൽക്കാലം ഇപ്പം നിർത്തി, ഗ്യാസ് മുഴുവൻ പോയ ശേഷം മാത്രം വെൽഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിച്ചിട്ട് വീണ്ടും ഗ്യാസൊക്കെ പോയതിന് ശേഷമാണ് എല്ലാം വെൽഡ് ചെയ്തെടുത്തത്. അപ്പോൾ 2-3 പ്രാവശ്യമാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ സൈഡിൽ ഫയർ ഉണ്ടായത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഫുൾ ഗ്യാസ് പോയതിന് ശേഷം മാത്രം വെൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ മാറാൻ വന്ന ടെക്നീഷ്യൻ നല്ല ടെക്നീഷ്യനാണ്. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുമായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് ചെയ്യാൻ പറ്റില്ല. അടുത്തടുത്ത സൈറ്റുകളിലേക്ക് പോകേണ്ടതുകൊണ്ട് അവർ കാര്യങ്ങൾ ഫാസ്റ്റായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കായിരുന്നു. അപ്പോൾ കംപ്രസറിൻ്റെ സെക്ഷൻ സൈഡ് വെൽഡ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം ഡിസ്ചാർജാണ് വെൽഡ് ചെയ്യേണ്ടത്. ഡിസ്ചാർജ് വരുമ്പോൾ ഇരുമ്പും കോപ്പറുമാണ് വന്നത്. അത് തമ്മിൽ ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ഫ്ലെക്സ് ഉപയോഗിച്ച് കൊടുക്കണം. അങ്ങനെ വെൽഡ് ചെയ്തെടുക്കുകയാണ്. സെക്ഷൻ ഡിസ്ചാർജ് പൈപ്പുകൾ വെൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് ലൈനാണ് പിടിപ്പിക്കേണ്ടത്. ചാർജിങ് ലൈനിൻ്റെ ഉള്ളിലെ പിന്നൂര് വെച്ചിട്ട് വേണം വെൽഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എയർ പാസിങ് കറക്റ്റായിട്ട് നടക്കില്ല, വീണ്ടും ഫയറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാർജിങ് ലൈൻ വെൽഡ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യണത്.
ഫ്രിഡ്ജിൻ്റെ 3 ലൈനുകളും വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്. സെക്ഷൻ, ഡിസ്ചാർജ്, ചാർജിങ് ലൈൻ. അപ്പോൾ നമ്മുടെ വെൽഡിങ്ങിനൊക്കെ ശേഷം പഴയ രീതിയിൽ തന്നെ ട്രെയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് എല്ലാ പണികളും തീർത്ത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വാക്കം ചെയ്യണം. അതിനുവേണ്ടി വാക്കം പമ്പ് ചാർജിങ് ലൈനിൽ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ വാക്കത്തിലിട്ടാക്കിയാണ് -30 മൈക്രോണിലാണ് വാക്കത്തിലിടുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. പിന്നെ മോയ്സ്ചർ, ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വാക്കം വഴി പോയി കിട്ടും. അങ്ങനെ അതിന് ശേഷമാണ് നമ്മളിതിൽ ഗ്യാസ് ചാർജ് ചെയ്യണത്. അങ്ങനെ കുറച്ച് നേരം വാക്കത്തിലിട്ട ശേഷം വീണ്ടും നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്യാസ് നമ്മുടെ ഇൻവെർട്ടർ ഫ്രിഡ്ജിന് തൂക്കം അനുസരിച്ചാണ് ഓരോ മോഡൽ, അതുപോലെ തന്നെ സ്റ്റാറൊക്കെ അനുസരിച്ചാണ്. നമ്മുടെ ഫ്രിഡ്ജിന് വന്നത് 3 സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ 70 ഗ്രാം ഗ്യാസ് മാത്രം മതിയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട്. അങ്ങനെ അളവ് നോക്കി ഗ്യാസ് ചാർജ് ചെയ്ത് വീണ്ടും ജോയിൻറ്റുകളിലൊക്കെ എവിടെയെങ്കിലും ലീക്കൊക്കെ ഉണ്ടാകുന്ന ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഉറപ്പ് വരുത്തിയ ശേഷമാണ് പണികളൊക്കെ തീർത്തത്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഗ്യാസ് ചാർജിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓണാക്കി ഇടണം. 2 ദിവസമാണ് ഞാൻ ഓണാക്കി ഇടാൻ പോകുന്നത്. അതിന് ശേഷം നമുക്ക് ഐസ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സർവീസ് സെൻറ്ററിൽ നിന്ന് വന്നിട്ട് അവർ നമ്മുടെ കംപ്രസർ മാറ്റി തന്നത്. ചാർജിന് ശേഷം ഫ്രിഡ്ജ് ഓണാക്കിയിട്ട് ഡിസ്ചാർജ് സൈഡൊക്കെ ഇപ്പോൾ ഹീറ്റായി വന്നിട്ടുണ്ട്, കൂളിങ്ങായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ 2 ദിവസം ഈ ഫ്രിഡ്ജ് ഓണാക്കിയിട്ടുണ്ട് പ്രോപ്പറായിട്ട് വർക്കിങ്ങിലാവാൻ വേണ്ടി. അതിന് ശേഷം നമ്മൾ ഐസ് ടെസ്റ്റ് നടത്തിയാണ്. അതിന് വേണ്ടി കുറച്ച് വെള്ളം ട്രെയിൽ വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ നല്ല രീതിയിൽ ഐസായി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഐസായി വരുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും വെയിറ്റ് ചെയ്ത് 3 മണിക്കൂറിന് ശേഷം വീണ്ടും നോക്കി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ചില്ലായിട്ടുണ്ട്. അപ്പോൾ പഴയ രീതിയിൽ തന്നെ നമ്മുടെ കംപ്രസറൊക്കെ വർക്കിംഗ് ആയിട്ടുണ്ട്, കൂളിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ 20 വർഷം കംപ്രസർ വാറണ്ടി പറഞ്ഞ് വാങ്ങിയ സാംസങ് ഡിജിറ്റൽ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ 4 മാസം കൊണ്ട് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിൽ നമ്മൾ ഒട്ടും തൃപ്തരല്ല. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.